നമ്മളെ കോട്ടൺ ഉണ്ടല്ലോ, അതായത് പഞ്ഞി, അതൊക്കെ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഒരു സാരി നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പൊ ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന സാരിയാണ്. നമ്മുടെ പഞ്ഞിക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇത് പ്രീമിയം ക്വാളിറ്റി ബാന്തിനിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻ ആണ്. റെഡും അതുപോലെ തന്നെ ഗ്രീനും വരുന്ന ബ്യൂട്ടിഫുൾ കളർ. അതുപോലെ തന്നെ ബ്ലൗസ് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ റെഡ് കളർ ബ്ലൗസ് ആയിട്ട് ഇതിൽ വരുന്നത്, പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അതും ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഈ പ്രാവശ്യം ആണെങ്കിൽ ഈ ഒരു സാരി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് തന്നെ DM ചെയ്തോളൂ. അടുത്ത വീട്ടിൽ കാണും. അതുവരേക്കും ഏതെങ്കിലും സാരികൾ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായും അതിൽ ബ്ലാക്ക് കളർ എന്തായാലും ഉണ്ടാകും കേട്ടോ. കാര്യം ബ്ലാക്ക് ലവേഴ്സും റെഡ് ലവേഴ്സും നമുക്ക് കൂടുതലാണ്. അപ്പൊ നമ്മുടെ പേജിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള സാരിയാണ് ബാന്തിനി സാരി. അതിന്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വന്ന പാറ്റേണില് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ ബ്ലാക്കിന്റെ ഇതുപോലെ തന്നെ നല്ലൊരു റെഡ് കളർ തന്നെയാണ് ബ്ലൗസ് പീസ്. ഈ റെഡ് എന്ന് പറയുന്നത് നല്ല പോലെ റിക്കുന്ന റെഡ് അല്ല കേട്ടോ. നമ്മളൊരു മുളക് റെഡ് എന്നൊക്കെ പറയില്ലേ, അത് നല്ല അടിപൊളി. നമുക്കിപ്പോ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു കളറിന്റെ ഭംഗി കാണിക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്, അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പൊ വേണ്ടവര് പെട്ടെന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.